السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ പരലോക വിജയത്തിന് ഈമാനിനെ ഷർത്താക്കി. ഈമാൻ പ്രധാനമാണ്. ഈമാൻ പരിപൂർണമല്ലാത്ത ആളുകൾക്ക് നാളെ ആഖിറത്തിൽ വിജയമില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സമയത്തും വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അതിന്റെ ഈമാനിന്റെ പരിപൂർണത എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു, അല്ലെ? ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകളിലൊക്കെ അത് ഈമാനിന്റെ പൂർണ്ണതയാണ്, അത് ഈമാനിന്റെ ഭാഗമാണ്, അല്ലെ? ഒരുപാട് ഹദീസുകൾ. ഈ രൂപത്തിൽ ഒരു മുസ്ലിമിന്റെ ഈമാനിനെ പരിപൂർണമാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ പരിപൂർണമാവൽ നിർബന്ധമാണ്. ഈമാൻ ഖുവ്വത്തുള്ളതാവൽ നിർബന്ധമാണ്. നാളെ ആഖിറത്തിൽ വിജയമുള്ളൂ. ഈമാനിനെ ശക്തിപ്പെടുത്താനും അതിൽ പോരായ്മകളില്ലാതെ അത് പരിപൂർണമായി നിൽക്കാനുമാണ് അള്ളാഹു അമലുകൾ നിർബന്ധമാക്കിയത്. ഈമാനിനെ ശക്തിപ്പെടുത്താനുള്ളതാണ് അമല്, ഈമാനിനെ ബലപ്പെടുത്താനുള്ളതാണ് അമലുകൾ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ പറഞ്ഞെടുത്തൊക്കെ അമലു സ്വാലിഹാത്തിനെയും പറഞ്ഞു, അല്ലെ? യാ അയ്യുഹല്ലദീന ആമനു, അല്ല, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, അല്ലെ? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലെ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ. അപ്പം ഈമാനിനെ ശക്തിപ്പെടുത്താൻ അമലുകൾ നിർബന്ധമാണ്. അമലുകൾ നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അമലുകൾ പഠിപ്പിച്ചെടുത്ത് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് നമ്മെ പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മെ ഉണർത്തിയ ഒന്നാണ് ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ ഈമാനിന്റെ പൂർണ്ണതയാണ്. അതില്ലെങ്കിൽ ഈമാൻ ഇല്ല. ഷർത്താണ്, ഈമാന്റെ ഷർത്താണ്. നബിയെ സ്നേഹിക്കണം. നബിയെ സ്നേഹിക്കാതെ ഒരാൾക്ക് മുഅ്മിൻ ആവാൻ പറ്റൂല, മുസ്ലിം ആവാൻ പറ്റൂല. നബിയെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഈമാനുള്ള ഒരാളാവാൻ പറ്റൂല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ആരെങ്കിലും വെറുത്താൽ കാഫിറാണ്, ഔട്ടാണ് ഇസ്ലാം. മൻ അബ്ഗള ഷൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ കാഫിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു കാര്യത്തോട് ഒരാൾക്ക് ഒരു വെറുപ്പ്, ഒരു അനിഷ്ടം, എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല, ആര് പറഞ്ഞതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യത്തെ കുറിച്ച് ഒരാൾ പറയാണ്, ഒരു മുസ്ലിം പറയാണ്, എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം തോന്നുന്നില്ല, സ്പോട്ടിലോ കാഫിറാണ്. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ഒരു കാര്യത്തെ ഇഷ്ടപ്പെടൽ നിർബന്ധമാണ്. ഒരാൾ പരിഹസിക്കാണ് എന്തെങ്കിലും ഒരു കാര്യത്തെ, താടി ആയിക്കോട്ടെ, നിര്യാണിൻ്റെതായ മേലെ പേര് ധരിക്കുന്നതായിക്കോട്ടെ, സ്ത്രീകളുടെ ഹിജാബ് ആയിക്കോട്ടെ, സാധാരണ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഒരാൾ കളിയാക്കാണ്, അതൊന്നും ഒരു നല്ലൊരു ഇതായിട്ട് തോന്നില്ല എന്ന രൂപത്തിലൊരു പരിഹാസം. പണ്ഡിതന്മാർ പറഞ്ഞു, മനിസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനില്ലാഹി ഔ സവാബിഹി ഔ ഇഖാബിഹി കഫർ. എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ പരിഹസിച്ചാൽ കാഫിറാണ്, ഇസ്ലാമിന് പുറത്താണ്, തമാശയല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ്, സ്നേഹിച്ചേ പറ്റൂ. സ്നേഹം എന്താണെന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ അനുഭവിക്കുന്നവരാണ്, നമ്മൾ കൊടുക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്, വാങ്ങുന്നവരാണ്. വ്യത്യസ്തങ്ങളായ സ്നേഹങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, മുഅ്മിനാവുകയില്ല, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഉപ്പമാരേക്കാൾ, മക്കളേക്കാൾ, എല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പരിപൂർണ വിശ്വാസിയല്ല. നമ്മൾ ഓരോരുത്തരും തെളിയിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളുടെ സ്നേഹം അത് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇവിടെ 3 കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒന്ന്, ഉപ്പയേക്കാൾ. രണ്ടാമത്തത് മക്കളേക്കാൾ. മൂന്നാമത്തതിലേക്ക് മറ്റെല്ലാവരും ഉൾപ്പെടുത്തി, വന്നാസ് അജ്മഈൻ. പണ്ഡിതന്മാരെ സ്നേഹത്തെ 3 വിഭാഗമാക്കി. അൽ മഹബ്ബ സലാസത്തു അഖ്സാം. സ്നേഹം 3 വിഭാഗം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 3 എണ്ണമാക്കി. ഒന്ന്, മഹബ്ബത്തു ഇജ്ലാലിൻ വഅദമ. ഒന്ന് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സ്നേഹമാണ്. ഏതുപോലെ? കമഹബ്ബത്തിൽ വാലിദ്, ഉപ്പാനോടുള്ള സ്നേഹം പോലെ. ഉപ്പാനോടുള്ള സ്നേഹം അത് ബഹുമാനത്തിന്റെ സ്നേഹമാണ്, അത് അദമത്തിന്റെ സ്നേഹമാണ്. ബഹുമാനത്തോടും ആദരവോടും മഹത്വത്തോടു കൂടിയുള്ള സ്നേഹമാണ് ഒരു മക്കൾ ഉപ്പാനെ സ്നേഹിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ പണ്ഡിതന്മാരെ പറഞ്ഞു, മഹബ്ബത്തു ഷഫഖത്തിൻ വറഹ്മ, കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും സ്നേഹം. ഏതുപോലെ? കമഹബ്ബത്തിൽ വലദ്, മക്കളോട് ഉമ്മാക്കുള്ള സ്നേഹം പോലെ, ചെറിയ മക്കളോടുള്ള സ്നേഹം പോലെ. അത് ഷഫഖത്താണ്, റഹ്മത്താണ്, കാരുണ്യമാണ്, വാത്സല്യമാണ് മക്കളോട്. മൂന്നാമത്തെ സ്നേഹം മഹബ്ബത്തുൽ ഇസ്തിഹ്സാനി വൽ മുശാക്കല, അതായത് പരസ്പരമുള്ള സ്നേഹവും സഹകരണവും അതേപോലെയുള്ള യോജിപ്പുകളും, അതായത് ജനങ്ങളോടുള്ള സ്നേഹം. മഹബ്ബത്തിൻ നാസ്, ജനങ്ങളോടുള്ള സ്നേഹം. എന്തൊരു സ്നേഹ? പരോപകാരം, പരസ്പരം അങ്ങോട്ടുള്ള സഹകരണത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തതിന്റെ പേരിൽ, എന്തെങ്കിലും നന്മ ചെയ്തതിന്റെ പേരിൽ. ഇതാണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ മഹബ്ബത്തിന്റെ 3 ഘടകങ്ങൾ. ഉപ്പാനോട് ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകളോടൊക്കെ ഉണ്ടാവും, ആ കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഉപ്പാന്റെ കാറ്റഗറിയിൽ പെടുന്ന ചിലപ്പോൾ നമ്മളെ മുതിർന്ന ആളുകൾ, അല്ലെങ്കിൽ ഉസ്താദുമാര്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകൾ ഈ സ്നേഹത്തിൽ പെടുന്നതാണ്. ഉപ്പ എന്ന കാറ്റഗറിയിൽ പെടുന്ന, ബഹുമാനത്തോടു കൂടി സ്നേഹിക്കുന്നു. പിന്നെ നമ്മൾ മക്കളുടെ കാറ്റഗറിയിൽ പെടുന്നത്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് നമുക്ക് എന്താണ്? കാരുണ്യമാണ്, അല്ലെ? അത് ആരും ആയിക്കോട്ടെ, നമുക്ക് അവരോട് വാത്സല്യമാണ്, കരുണയാണ്, റഹ്മത്താണ് അവരോട്. മൂന്നാമത്തെ ജനങ്ങളോട്, അത് ആരും ആയിക്കോട്ടെ, അവരോട് നമുക്ക് കൊടുത്തു വാങ്ങലിന്റെയും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ആ ഒരു ഒത്തൊരുമയുടെയും സ്നേഹമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് പറയാണ്, ഈ എല്ലാ സ്നേഹത്തെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമല്ല. എല്ലാം കവർ ചെയ്തു. നിങ്ങൾ ഭൂമിയിൽ ഏതെങ്കിലും ഒരാളെ എന്തിന്റെങ്കിലും പേര് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ പറ്റൂല അത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ. ഉപ്പാനോടും പറ്റൂല, അതേപോലെ ആരോടും പറ്റൂല. മക്കളോടും പറ്റൂല, അതേപോലെ ആരോടും പറ്റൂല. ജനങ്ങളോട് ആരോടും പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഇതിനൊക്കെ അർഹനാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ വെറുതെ സ്നേഹം ആഗ്രഹിക്കുകയല്ല, അർഹനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശ്രമമാണ് നമ്മുടെ കയ്യിലുള്ള ദീന്. നമ്മുടെ കയ്യിലുള്ള ദീന് അല്ലെ? സഹാബാക്കളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ജനവിഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ സ്നേഹത്തിന് അർഹതയില്ല യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തീർച്ചയായിട്ടും അല്ലെ? ഒരു ഉപ്പാക്ക് ഒരു മോനോടുള്ള വാത്സല്യത്തെക്കാൾ വാത്സല്യം കാണിച്ചു നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നരകത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വിഭാഗത്തെ നരകത്തിൽ നിന്ന്, ആ തീയിൽ നിന്ന് സംരക്ഷിക്കാണ് അല്ലെ? ഒരു ഉപ്പ മോനോടെ കാണിക്കുള്ളത്, അല്ലെങ്കിൽ ഒരു ഉമ്മ മോനോടെ കാണിക്കുള്ളൂ. എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെ സംഭവിക്കുന്നത്? നമ്മളെല്ലായിടത്തും പോയിട്ട് ഇടപെട്ട് നമ്മൾ ശരിയാക്കാൻ നിൽക്കുന്നുണ്ടോ? നമുക്ക് നോക്ക് വേറെ ആളുണ്ടോ? അതേ സമയത്ത് ഒരു ഉപ്പയാണെങ്കിലോ, ഒരു ഉമ്മയാണെങ്കിലോ? ഒരു യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ കാണാതെ ഇങ്ങനെ ഓടുന്നുണ്ട്. കുഞ്ഞിനെ കാണാതെ ഇങ്ങനെ ഓടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ നോക്കിയിരിക്കുകയാണ്. അവസാനം ആ കുഞ്ഞിനെ കിട്ടിയപ്പോ ഉമ്മ ആ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെക്കുന്നുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കിട്ടിയ സന്തോഷം ഉമ്മ പ്രകടിപ്പിക്കുന്നത് ആര് കാണാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ കാണാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബാക്കളെ, ആ കുഞ്ഞിനെ ആ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞ ആ ഉമ്മ അറിയോ? സഹാബാക്കൾ ഒറ്റയടിക്ക് പറഞ്ഞു, ഇല്ല റസൂലേ, ഒരിക്കലും ഇല്ല, ഒരിക്കലും. കാരണം കാണാണ് നമ്മൾ ആ സ്നേഹം. നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോൾ ആ ഉമ്മ കാണിച്ച ആ സ്നേഹവും ആ ഒരു സന്തോഷം നമ്മൾ കാണാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഉമ്മാക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ 70 ഇരട്ടിയാണ് അള്ളാഹുവിന്റെ അടിമകളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. അള്ളാഹിന്റെ സ്നേഹം പഠിപ്പിക്കാനാണ്. അപ്പൊ ഇവിടെ ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹം ആരെയും പഠിപ്പിക്കണ്ട അല്ലെ? പറഞ്ഞു കൊടുക്കണോ? നിന്റെ ഉമ്മാക്ക് നിന്നോട് സ്നേഹം അങ്ങടാ എന്നൊക്കെ ഇങ്ങനെ വയത് പറഞ്ഞിരുന്നു? അങ്ങനെ വയത് പറഞ്ഞു കൊടുക്കേണ്ട, ഉപദേശിക്കേണ്ട ഗതികേട് ഈ ഉമ്മത്തിന്റെ ശാപാണ് അല്ലെ? ഒരു ഉമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥ കാലഘട്ടത്തിന്റെ ശാപാണ്. ഒരു ഉപ്പ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ, അല്ലെങ്കിൽ ഒരു ഉമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ. അത്രയും തരം താഴ്ന്നു പോയി ഉമ്മത്ത്. ആർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരാൾ എണീച്ച് നടക്കുന്നുണ്ട് എങ്കിൽ, ഓടുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ഉപ്പയും ഉമ്മയും ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ ആരെ കൊണ്ടാ കഴിയുക? ആ ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ ഈ ലാളനയും കിട്ടാതെ, ശ്രദ്ധ കിട്ടാതെ, അവരുടെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ ഒരാളെ എഴുതിട്ട് നടക്കൂല അല്ലെ? തട്ടിയാലും മുട്ടിയാലും എന്തും സംഭവിക്കാവുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ആ ഉമ്മാന്റെ കണ്ണ് തെറ്റിയാൽ, ആ ഉപ്പാന്റെ കണ്ണ് തെറ്റിയാൽ, ആ ഉപ്പൊന്ന് അശ്രദ്ധനായാൽ, ആ രൂപത്തിൽ സ്നേഹം ഉപ്പായും ഉമ്മയിലും അള്ളാഹു ഇട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഉപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തെക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കണം. നിർബന്ധമാണ്, ഈമാന്റെ ഭാഗമാണ്. നിർബന്ധമായിട്ട് വേണമെങ്കിൽ സ്നേഹിച്ചാൽ മതി, പിന്നെ അല്ല, സ്നേഹിച്ചേ പറ്റൂ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബി തങ്ങളുടെ കൂടെയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു കൈ പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു, എനിക്ക് താങ്കളെ ഇഷ്ടമാണ്. മിൻ കുല്ലി ഷൈ, എല്ലാത്തേക്കാളും, ഇല്ലാ ബിനഫ്സി, എന്നൊഴിച്ച് ഞാൻ കഴിഞ്ഞാൽ. അത് ത്വബഈയാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, അത് ത്വബഈയാണ്. എല്ലാവർക്കും അവനവരോട് സ്നേഹം ഉണ്ടാവും. അവനവന്റെ കാര്യം കഴിഞ്ഞിട്ട് എന്നുള്ളത് പ്രകൃതമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞതും അങ്ങനെയാണ്. ത്വബഈയായ ഒരു സ്നേഹമാണ്.
ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് നബിയെ താങ്കളേ ഉള്ളൂ. അതേ അർത്ഥത്തിലാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും താങ്കളോട് എനിക്ക് സ്നേഹമാണ് എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാ അർത്ഥത്തിലും താങ്കളാണ് എനിക്ക് സ്നേഹം. സ്വന്തം നഫ്സ് എന്നുള്ളത് അവിടെ കിടക്കല്ലേ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരുവന്റെ കയ്യിലാണോ മുഹമ്മദിന്റെ ആത്മാവ്, ഏതൊരുവന്റെ കയ്യിലാണോ മുഹമ്മദിന്റെ ആത്മാവ്, നമ്മുടെ സ്വന്തം നഫ്സിനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഈമാൻ പരിപൂർണമാവൂല. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. സ്വന്തത്തെക്കാളും സ്നേഹിക്കപ്പെടേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉടനെ തിരുത്തിയിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എന്റെ നഫ്സിനേക്കാളും ഇഷ്ടം ഇപ്പോൾ താങ്കളോടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഉമറെ, ഇപ്പോഴാണ് നിന്റെ ഈമാൻ അത് പരിപൂർണമായത്. അപ്പൊ നബിനോടുള്ള സ്നേഹം നിർബന്ധമാണ്. ഖുർആൻ പറഞ്ഞു, ഖുർആൻ അല്ലാഹു വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ വെറുതെ എനിക്ക് നബിനോട് സ്നേഹാണെന്ന് പാടിയിട്ട് കാര്യമില്ല. അല്ലാഹു പറയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله. സൂറത്ത് തൗബയിലായിട്ടാണ് അല്ലാഹു പറയാണ്, ഖുൽ, നബിയെ പറയണം, അവരോട് പറയണം, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ ഉപ്പമാർ, വ അബ്നാഉകും, നിങ്ങളുടെ മക്കൾ, വ അസ്വാജുകും, നിങ്ങളുടെ ഭാര്യമാർ, വ ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരന്മാർ, ബ്രദേഴ്സ്. അല്ലാഹു ഓരോന്നിനും എണ്ണാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എന്തിനാണോ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, അവൻ എന്തിനേക്കാണോ സ്നേഹിക്കുന്നതും അവൻ സ്നേഹിക്കാൻ പരിശ്രമിക്കുന്നതും ആരുടെയൊക്കെ സ്നേഹം കിട്ടാനാണോ അവൻ ശ്രമിക്കുന്നത്, അവരൊക്കെ അല്ലാഹു ഉൾപ്പെടുത്താണ്. ആബാഉക്കും ഉപ്പ, വ അബ്നാഉക്കും മക്കള്, വ ഇഖ്വാനുക്കും അസ്വാജുക്കും ഭാര്യമാര്, വ ഇഖ്വാനുക്കും സഹോദരന്മാര്, ഇഖ്വാനുക്കും വ അംവാലു ഇഖ്തറഫ്തുമൂഹ, വ അശീറത്തുക്കും കുടുംബക്കാര്, നമ്മളെ കുടുംബക്കാര്, വ അംവാലു ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കി നിങ്ങളുടെ സമ്പത്ത്, വ അംവാലു ഇഖ്തറഫ്തുമൂഹ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, തകർന്നു പോകുമോ പൊളിഞ്ഞു പോകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർളൗനഹ, നിങ്ങൾ സമാധാനമടയുന്ന തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ. അല്ലാഹു പറയാണ്, ഇതൊക്കെ കണ്ടിട്ട് അല്ലാഹു പറയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും നിങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, വ ജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും നിങ്ങൾ ഇവകളെയൊക്കെ പ്രിയങ്കരമായി കാണുന്നുണ്ട് എങ്കിൽ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന നിങ്ങൾ കാത്തിരുന്നോ. താക്കീതാണ്. നിങ്ങൾക്ക് പണി വരുന്നത് നിങ്ങൾ കാത്തിരുന്നോ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാത്തിനെയും മാറ്റി നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും മഹബത്ത് കൊണ്ട് അവിടെ പ്രതിഷ്ഠിക്കണം. നിർബന്ധമാണ്, സ്നേഹിച്ചേ പറ്റും. എല്ലാത്തിനേക്കാളും നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന രീതി നമുക്കറിയാം. ഭാര്യമാര്, ഉപ്പ ഉമ്മ, നമ്മളെ അത്രയും സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവരേ ഉള്ളൂ. നമുക്ക് അവർ കഴിച്ചേ ഉള്ളൂ. ബാക്കി എന്തും നമ്മൾ പറയല്ലേ, ഇവര് കഴിച്ച് നമുക്ക് ബാക്കി എന്തുള്ളൂ? ഇല്ല. അള്ളാഹുവും റസൂലും കഴിച്ചേ ബാക്കി എനിക്ക് എന്തുള്ളൂ. അതെന്റെ ഉപ്പയായാലും ശരി, അതെന്റെ ഉമ്മയായാലും ശരി, അതെന്റെ ഭാര്യയായാലും ശരി, അതെന്റെ മക്കളായാലും ശരി, ദീന് കഴിച്ച് എനിക്ക് ബാക്കി എന്തുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റാത്തിടത്തോളം നമ്മളുടെ ഈമാൻ അത് നാഖിസ. നമുക്ക് പറ്റണം. ദീൻ കഴിച്ചേ എനിക്ക് ബാക്കി എന്തുള്ളൂ. അത് ഉപ്പ പറഞ്ഞാലും ശരി, ഉമ്മ പറഞ്ഞാലും ശരി. ഉപ്പ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കാണ്, ഉമ്മ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കാണ്, ഹറാമ് ചെയ്യാൻ പ്രേരിപ്പിക്കാണ്. ഭാര്യ പറയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലും ഇല്ല പെണ്ണെ, നീ എന്ത് പറഞ്ഞാലും ശരി, നിന്നോടുള്ള സ്നേഹമൊക്കെ ഉണ്ട്,
അത് അള്ളാഹിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും കൂടുതലില്ല. അത് പറഞ്ഞേക്കണം. ഇല്ല. മക്കളെ, നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് വാപ്പക്ക്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാപ്പ ചെയ്തു തരും, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. പക്ഷേ അള്ളാഹും അള്ളാഹിന്റെ റസൂലും പറഞ്ഞതിന്റെ അപ്പുറം വാപ്പ ചെയ്യൂല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അപ്പോഴേ നമ്മളുടെ ഹബ്ബ് സാദിഖാകുന്നുള്ളൂ, സത്യസന്ധമായ. അല്ലെങ്കിൽ വെറുതെയാണ് കാട്ടിക്കൂട്ടൽ, വെറുതെ കാട്ടിക്കൂട്ടൽ. തഅസിൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു വഹാദാ ലഉംരി ഫിൽ ഫിആലി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ തഅസിൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു. നീ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നീ എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെന്ന് പറയാണ്. അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവിതം മുഴുവനും അള്ളാഹ്ക്കും അള്ളാഹുവിന്റെ റസൂലിനെതിരാണ്, ദീനിനെതിരാണ്. എന്നിട്ട് പറച്ചിലോ എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്, ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു. ഇത് ഒരു അത്ഭുതകരമായ ഒരു 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 ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെ, ഒരു ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെ. എന്നിട്ട് പറയാണ് ലൗ കാന ഹുബ്ബുക സാദിഖൻ, നിന്റെ സ്നേഹം എങ്ങാനും അത് സത്യമാണ് എങ്കിൽ, സത്യസന്ധമാണ് എങ്കിൽ, ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, തീർച്ചയായിട്ടും നീ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, തീർച്ചയായിട്ടും സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ അനുസരിക്കുന്നതാണ്. സ്നേഹിക്കപ്പെടുന്ന ആളെ നമ്മൾ അനുസരിക്കും. ഉപ്പ പറയുന്നത് കേൾക്കുന്നത് എന്തുകൊണ്ടാ? എൻ്റെ ഉപ്പ പറയുന്നത് എനിക്ക് പല സ്നേഹമാണ്. ഉമ്മ പറയുന്നത് അനുസരിക്കുന്നത് എന്തുകൊണ്ടാ? എൻ്റെ ഉമ്മ പറഞ്ഞ് ഞാൻ അനുസരിക്കാതിരിക്കുക, ഞാൻ ചെയ്യും. ഭാര്യ പറയാണ് ഇക്ക എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്താലോ. നമ്മൾ എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? സ്നേഹമാണ് ഭാര്യയോട്. ഓള് പറഞ്ഞ് ഞാൻ കേൾക്കണ്ടേ? സ്നേഹമാണ്. മോന് ബാപ്പാനോട് പറയാണ് എനിക്ക് ഇന്നത് വേണം, എന്തേ വാങ്ങിച്ചു കൊടുക്കുന്നേ, അല്ലെങ്കിൽ എന്തേ മോന്റെ വാക്കുകൾ പരിഗണിക്കുന്നേ? സ്നേഹമാണ്. മോൻ ഇഷ്ടമാണ് ബാപ്പാക്ക്. അപ്പം സ്നേഹത്തിന്റെ ഒരു അടയാളമാണ് അനുസരണ. അനുസരിക്കാതൊരു സ്നേഹം അവിടെ യാഥാർത്ഥ്യമല്ല. എനിക്ക് ഉപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പ പറഞ്ഞൊരു വാക്ക് കേൾക്കൂല, അങ്ങനെ ഉണ്ടാവും. ഉമ്മ പറഞ്ഞൊരു വാക്ക് കേൾക്കൂല, എപ്പോഴും ഉമ്മാനോട് ധിക്കാരാണ്. എന്നിട്ട് പറയും എനിക്ക് ഉമ്മാനെ സ്നേഹമാണ്. ഇല്ല, അത് കذബാണ്, കള്ളമാണ് ആ സ്നേഹം. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, സ്നേഹിക്കുന്നവൻ അനുസരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നമ്മുടെ നിർബന്ധമാണ്. എല്ലാത്തിനേക്കാൾ, നമ്മുടെ ബിസിനസിനേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, വീടിനേക്കാൾ, എല്ലാത്തിനേക്കാൾ. ഒരു ഭാഗത്ത് കച്ചവടത്തിന്റെ തിരക്കാണ്, മറുഭാഗത്ത് നമ്മുടെ നിസ്കാരാണ് 5 വക്ത്. ഒരു ഭാഗത്ത് നമ്മുടെ വീടിന്റെ പണിയെടുക്കാണ്, മറുഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. നമ്മൾ ഏതിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നതാണ് അവിടെ ഹുബ്ബിനെ വേർതിരിക്കുന്ന ഒരു ഘടകം. ഭാര്യ ഒരു കാര്യം പറയാണ്, അത് ചെയ്ത പണിയാണ്, പലിശയുമായി ഇടപെടേണ്ട ഒരു കാര്യമാണ്, പലിശയായിട്ട് ഇടപെടേണ്ട ഒരു കാര്യമാണ്. ഭാര്യ നിർബന്ധിക്കുകയാണ്, നമുക്ക് അങ്ങനെ ചെയ്താൽ ലോൺ എടുത്താലോ. അവിടെ സ്നേഹത്തെ, അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവിനോടുള്ള സ്നേഹത്തെയും ഭാര്യയുമായുള്ള സ്നേഹത്തെയും വേർതിരിക്കുന്ന ഘടകം അവിടെ ആരുടെ വാക്കിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഭാര്യ പറയുന്നത് കേട്ടാണെങ്കിൽ അവിടെ സ്നേഹം വിഭജിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഭാര്യയുടെ വാക്കിന് പ്രാധാന്യം കൊടുത്തു. മക്കളുടെ ദീൻ പഠിപ്പിക്കുന്ന വിഷയം, അവിടേക്കാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ സ്നേഹം കാണിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ ദീൻ പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും കൽപ്പിച്ചു നമ്മളോട്. ദീൻ പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് കൽപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഖുർആൻ ഓതാൻ അറിയാത്ത മക്കൾ, ദീൻ അറിയാത്ത മക്കൾ, നിസ്കരിക്കാൻ അറിയാത്ത മക്കൾ, നിസ്കാരത്തിന്റെ ഫർദ് അറിയില്ല, ഷർത്ത് അറിയില്ല, നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നുപോയി എന്ത് ചെയ്യണം എന്നറിയില്ല, നിസ്കാരത്തിൽ ഇന്ന് സംഭവിച്ച എന്ത് ചെയ്യണം എന്നറിയില്ല. ഫർദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കൽ ഫർദ് ഐനാണ്. കാരണം നിസ്കാരം ഫർദായ ഒരു അമലാണ്. നിസ്കാരം, ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട സർവ്വതും ഫർദ് ഐനാണ്. എല്ലാം നിസ്കരിക്കാൻ അറിയില്ല, നിസ്കാരത്തിന്റെ മസലകൾ അറിയില്ല, ഇന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, യാത്രക്കാരൻ നിസ്കാരം അറിയില്ല, രോഗിയുടെ നിസ്കാരം അറിയില്ല, രോഗിയുടെ വുളു അറിയില്ല, വേറെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തിനോടാ നമുക്ക് സ്നേഹമുള്ളത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനെ പ്രാമുഖ്യം കൊടുത്തു. എത്ര ആയത്തിൽ അല്ലാഹ് പറഞ്ഞു?
വതദറൂനൽ ആഖിറ, വതദറൂനൽ ആഖിറ, നിങ്ങൾ ആഖിറത്തെ വിടുന്നു. വതുഹിബ്ബൂനൽ, അല്ല, ദുനിയാവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങൾ ആഖിറത്തെ വിടുന്നു. ഇവിടെ സ്നേഹത്തിന്റെ അടയാളം അനുസരണയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് സ്നേഹം ഉണ്ടാവണം. സഹാബാക്കൾ സ്നേഹിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹാബാക്കൾ സ്നേഹിച്ചു, സഹാബാക്കൾ സ്നേഹിച്ചു. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവരാരാണ്? സഹാബാക്കൾ. ആർക്ക് സംശയമുണ്ടോ? സംശയമില്ല. സഹാബാക്കൾ സ്നേഹിച്ചതുപോലെ ഇനി നമ്മൾ ശ്രമിച്ചാൽ പോലും നടക്കും, ശ്രമിച്ചാൽ പോലും നമുക്ക് നടക്കൂല. ആ രൂപത്തിൽ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു റോമിൽ നിന്ന് വന്നതാണ് മക്കയിലേക്ക്. റോമിൽ നിന്ന് മക്കയിൽ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചു, കച്ചവടം തുടങ്ങി, ആണ് ഭയങ്കര ബിസിനസ്സുകാരനായി, ഒരുപാട് ഉണ്ടാക്കി. അങ്ങനെയാണ് ഹിജ്റക്ക് അനുവാദം കിട്ടുന്നത്. എല്ലാവരും ഹിജ്റ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയിലെത്തി, ഖുബൈലെത്തി. ഹിജ്റ വന്നിട്ട് നേരെ ഖുബൈലേക്കാണല്ലോ പോയത്. ഖുബൈലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നു. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? അദ്ദേഹം ഹിജ്റ പോവാനുള്ള ഒരുക്കത്തിൽ അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് കഴിയുന്നത്ര ഉണ്ടാക്കിയതൊക്കെ കെട്ടിവെച്ചു. കഴിയുന്നത്ര സംഭരിച്ചിട്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടു. മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോ ഖുറൈശികൾ തടഞ്ഞു. ഖുറൈശികൾ തടഞ്ഞിട്ട് പറഞ്ഞു, സുഹൈബേ, നീ റോമക്കാരനാ, നീ റോമിൽ നിന്നും ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്തിട്ട് കുറെ ഉണ്ടാക്കി, എന്നിട്ട് ഇതൊക്കെയായിട്ട് നീ മദീനയിലേക്ക് അങ്ങ് കടന്നു കളയാമെന്നാണോ നിന്റെ ചിന്ത? നടക്കൂല. ഇതൊക്കെയായിട്ട് മദീനയിലേക്ക് അങ്ങോട്ട് പോവാമെന്ന് നീ കരുതണ്ട, നമ്മൾ വിടൂല. സുഹൈബ് റളിയല്ലാഹുവിനെ തടഞ്ഞു ഖുറൈശികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബൈലാണുള്ളത്. സുഹൈബ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ഖുറൈശികളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്ന് സമ്പാദിച്ച സമ്പത്താണോ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാം, എന്നെ മദീനയിലേക്ക് അയക്കണം, എന്നെ മദീനയിലേക്ക് പോകാൻ അനുവദിക്കണം. എൻ്റെ ഹബീബ് അങ്ങ് മദീനയിലുണ്ട്, എനിക്കവിടെ പോകണം. നിങ്ങൾക്ക് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് എടുക്കാം. സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു ഒരാഴ്ചക്കാലം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. അവരൊന്നും ആവശ്യമില്ല, അവിടെ തർക്കങ്ങളോ കുതർക്കങ്ങളോ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതാണോ വേണ്ടത്? എടുത്തോ, എന്നെ മദീനയിലേക്ക് പോവാൻ അനുവദിക്കണം, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇവിടെയുണ്ട്. എല്ലാം കൊടുത്തു. എന്നിട്ട് സുഹൈബ് റളിയല്ലാഹു അൻഹു വന്നു, ഖുബൈലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് സുഹൈബ് റളിയല്ലാഹു തആല അൻഹു കയറി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ച് പറയാണ്, യാ സുഹൈബ്, റബിഹൽ ബൈഉ സുഹൈബ്. സുഹൈബെ, നീ എന്തൊരു ലാഭ കച്ചവടമാണ് സുഹൈബെ നീ നടത്തിയത്. അല്ലാഹു റസൂലിന് അറിവ് കിട്ടി അവിടെ നടന്ന സംഭവം. അള്ളാഹു അറിയിച്ചു, എന്തൊരു ലാഭ കച്ചവടമാണ് സുഹൈബെ നീ നടത്തിയത്. അതാണ് ലാഭം, അതാണ് ലാഭം. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഷഹീദായി. ഒരു സ്ത്രീ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആ സ്ത്രീ ചോദിക്കുന്നത്, മാദാ ഫഅല ബി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഖൈറിലാണ്, പ്രശ്നമൊന്നും, കുഴപ്പമൊന്നുമില്ല. കമാ തുഹിബ്ബീൻ, നീ സ്നേഹിക്കുന്നത് പോലെ അല്ലാഹു റസൂൽ അവിടെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. വീണ്ടും അപ്പം പറയാണ്, പെണ്ണേ, നിന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിൽ. അപ്പോഴും ചോദിക്കുന്നു, മാദാ ഫഅല ബി റസൂലില്ലാഹ്, നിന്റെ റസൂൽ എന്ത് പറ്റി? അവൻ പറഞ്ഞു, പെണ്ണേ, നിന്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും ചോദിക്കുന്നു, മാദാ ഫഅല ബി റസൂലില്ലാഹ്, എന്റെ റസൂലിന് എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു, നിന്റെ സഹോദരനും മരണപ്പെട്ടിട്ടുണ്ട്. ഉപ്പ, സഹോദരൻ, മകൻ, മൂന്നാളും മരണപ്പെട്ട വിവരം അറിയിക്കുമ്പോഴും ഈ അൻസാരിയായ സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിനെ ചോദിക്കണം. അപ്പൊ പറഞ്ഞു, എനിക്കൊന്ന് കാണിക്കാമോ അള്ളാഹുവിന്റെ റസൂലിനെ, എനിക്കൊന്ന് ഉറപ്പിക്കാൻ, എന്റെ നബിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ. അങ്ങനെ വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കുല്ലു ഷൈഇൻ കുല്ലു മുസീബത്തിൻ ബഅദക ജുലൽ. നബിയെ, താങ്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റെന്ത് മുസീബത്ത്, താങ്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി എന്തും നബിയെ. ഈ ഹദീസിൽ ദഅഫ് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഈ സംഭവത്തിൽ. എങ്കിലും അള്ളാഹുവിന്റെ റസൂലിനുള്ള മഹബത്ത് സഹാബാക്കൾ ഇതിനേക്കാൾ അധികം കാണിച്ചവരാണ്. അതുകൊണ്ട് പ്രശസ്തമായ താരിഖിന്റെ ഗ്രന്ഥത്തിലൊക്കെ ഈ സംഭവത്തെ കൊടുക്കുന്നുണ്ട്, സഹാബാക്കള് കാണിച്ച സ്നേഹം. അതേ ഉഹദ് യുദ്ധത്തിൽ തൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹു റസൂലിനോട് പറയാണ്, നബിയെ, താങ്കൾ തല ഉയർത്തി നോക്കണ്ട. അങ്ങനെ അമ്പയാണ്. ഉഹദ് യുദ്ധം അറിയാലോ, കുറച്ച് പടങ്ങേറുണ്ടായ യുദ്ധമാണ് ആദ്യം.
ത്വൽഹ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിന്നിട്ട് പറയാണ്, നബിയെ താങ്കൾ തലപൊക്കണ്ട, തലപൊക്കി നോക്കണ്ട, തലപൊക്കി നോക്കിയാൽ അവരുടെ അമ്പൊരു പക്ഷെ താങ്കൾക്ക് കൊള്ളും. ഈ ത്വൽഹയുടെ കഴുത്തിന് അമ്പുകൾ തറച്ച് ത്വൽഹ വീണതിന് ശേഷമേ നബിയെ താങ്കളുടെ കഴുത്തിലേക്ക് അമ്പ് തറക്കുള്ളൂ. അതുകൊണ്ട് തല കുനിച്ച് ബേക്കിൽ നിന്നോ എന്ന് പറഞ്ഞു ത്വൽഹ റളിയല്ലാഹു അൻഹു. അല്ല, ഇതൊക്കെ നമുക്ക് നല്ല രസമായിട്ട് ഇങ്ങനെ പറയാനുള്ളതാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കേണ്ട അവസ്ഥ ഉണ്ടോ? ശരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ? അങ്ങനെ സ്നേഹിച്ചു സഹാബാക്കൾ, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ സ്നേഹിച്ചു സഹാബ. അള്ളാഹുവിന്റെ റസൂൽ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല ഫീ ഹുബ്ബി മുഹമ്മദിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല കഹുബ്ബി കഹുബ്ബി അസ്ഹാബി മുഹമ്മദിന്റെ അസ്ഹാബുകൾ, മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ ഭൂമിയിൽ ഒരാളെയും സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ സ്നേഹിക്കുന്നത് ശത്രുക്കൾ കാണുകയാണ്, ഖുറൈശികൾ കാണുകയാണ്. മുഹമ്മദ് നബിനെ അങ്ങനെ സ്നേഹിക്കാണ് ആര്? സഹാബാക്കൾ. അങ്ങനെ സ്നേഹിക്കണം. ആ സഹാബാക്കളുടെ സ്നേഹത്തെ കവച്ചു വെക്കാൻ ഈ ഭൂമിയിൽ വേറെ ഒരു സ്നേഹവും ഇല്ല. നമ്മൾ ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. ആ സഹാബാക്കളുടെ സ്നേഹത്തെ മറികടക്കാൻ ഈ ഭൂമിയിൽ വേറെ ആരുടെയും സ്നേഹമില്ല. ആ രൂപത്തിൽ ആ സഹാബാക്കൾ സ്നേഹിച്ചു. അപ്പം ഈമാന്റെ ഭാഗമാണ് സ്നേഹം. ആ റസൂൽ നമ്മൾ സ്നേഹിക്കണം. ഭാര്യയെക്കാളും സ്നേഹിക്കാൻ നമ്മൾ ശീലിക്കണം. മക്കളെക്കാളും സ്നേഹിക്കാൻ ശീലിക്കണം. മക്കൾ ആവശ്യപ്പെടുന്ന ഒരു ആവശ്യം അത് ദീനാണോ എന്ന് നോക്കണം. ദീനല്ലേ? മോനെ ഇല്ല. ഭാര്യയോട് പറയണം, ഭാര്യ ഇല്ല, അത് ദീനല്ല. ദീനിന്റെ ഓരോ കാര്യത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ദീനിന് മുൻഗണന നൽകാൻ നമുക്ക് പറ്റണം. ഇനി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റായ രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ, ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് പറയണം. എന്ത് സ്നേഹമല്ല, സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് സ്നേഹമാകുന്നത് എപ്പോൾ, ആകാത്തത് എപ്പോൾ, അത് നബിയോടുള്ള വെറുപ്പാകുന്നത് എപ്പോൾ, നബിയോടുള്ള ധിക്കാരമാകുന്നത് എപ്പോൾ, അതും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഹുബ്ബ് പൂർണ്ണമാകുന്നത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് നമുക്ക് അതിനെ കുറിച്ച് പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നസീബാക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.